പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഇവിടുന്ന് നേരെ ഇഷാ യോഗ സെൻറ്ററിലേക്കാണ്. അതായത് ആദിയോഗി സ്റ്റാച്യു, മഹാദേവൻ്റെ പകുതി വരെയുള്ള ആദിയോഗി സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു ബഡ്ജറ്റ് ട്രിപ്പായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെ വന്നിട്ട് പോകാം എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ലോക്കോ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നമ്മുടെ പഴയ ടോയ് ട്രെയിനിൻ്റെ ലോക്കോയാണിത്. സാധനം കണ്ടോ, അടിപൊളിയല്ലേ ഇത്? നല്ല ലുക്കായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോയമ്പത്തൂർ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കണ്ടോ നിങ്ങൾ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നത്? എത്ര നല്ല റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ടാക്കിയിട്ടാലും ഇത് തന്നെയാണ് അവസ്ഥ. അന്യസംസ്ഥാന തൊഴിലാളികൾ അവരിവരും അവിടെ ഇവിടെയും വന്ന് കിടക്കലും തുപ്പലും അതും ഇതൊക്കെ ആക്കിയിട്ട് മൊത്തം വൃത്തികേടാക്കി ബാക്കിയുള്ള പാസഞ്ചേഴ്സിന് മര്യാദക്ക് നടന്നു പോകാൻ വരെ പറ്റില്ല. എന്താ അല്ലേ, ആകെ മൊത്തം വൃത്തികേടാക്കിയിട്ട് ഇങ്ങനെ. നിങ്ങൾക്ക് കോയമ്പത്തൂർ എത്തിയിട്ട് ഇഷായോഗയിലേക്ക് ടാക്സിക്ക് പോകണമെങ്കിൽ ടാക്സിക്ക് പോകാം കേട്ടോ. ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്, കാർ ഇവിടെയുണ്ട്, ഓട്ടോ സ്റ്റാൻഡ് ഇതിന് തൊട്ട് മുന്നിലായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ നല്ല കത്തി വിലയായിരിക്കും അവർ പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് കടന്നാൽ ബസ് ഇവിടുന്ന് കുറച്ച് ഒരു 100 മീറ്റർ മുന്നിലേക്ക് കടന്നാൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് അവിടുന്ന് ബസ്സിന് പോകാം. എന്തായാലും ഇവർ പറയുന്ന പൈസ കൊടുത്തിട്ട് പോയാൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. 14C 14D നമ്പർ ബസ്സൊക്കെ ഇഷായോഗയിലേക്ക് പോകുന്ന ബസ്സുകളാണ്. നമുക്ക് ആ ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് ഇതാണ്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉണ്ട്. അതിന് മുട്ടിയിട്ടുള്ള ബസ് സ്റ്റോപ്പിലാണ് നമുക്ക് കയറേണ്ടത്. നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. 4:20 ഒരു ബസ് ഉണ്ട് ഇഷായോഗയിലേക്ക് പോകുന്ന ബസ്, ഗാന്ധിപുരത്ത് നിന്ന്. ഗാന്ധിപുരം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന ബസ്സുകളൊക്കെ ഗാന്ധിപുരത്ത് നിന്ന് വരുന്നതായിരിക്കും. അവിടെ പോയിട്ട് കയറുവാണെങ്കിൽ തിരക്കില്ലാതെ കയറാം. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ടൈം കിട്ടിയില്ല. അല്ലെങ്കിൽ ഗാന്ധിപുരം പോയിട്ട് വരായിരുന്നു. സീറ്റ് കിട്ടും. ഇവിടുന്ന് ചിലപ്പോൾ സീറ്റ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല തിരക്കുണ്ടാവും ഇഷായിലേക്ക് പോകാനൊക്കെ. 14D ബസ് എന്താ വരാത്തെ? നമുക്ക് നോക്കാം അല്ലേ. ഇത് 4:20 ഇല്ലെങ്കിൽ പിന്നെ 5:20 ഉള്ളൂ. ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ടെങ്ങാനും ഞാൻ വീഡിയോടൊപ്പം അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഒരു 14D ഇവിടെ വന്നിട്ടുണ്ട്. തിരക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. കുഴപ്പമില്ല, കയറാം വാ. ഗാന്ധിനഗറിൽ നിന്ന് ഇഷ വരെ 37 രൂപ കേട്ടോ. ഈ ബസ്സിന് 37 രൂപ ഒരാൾക്ക്. ഇവിടുന്ന് കറക്റ്റ് 1 മണിക്കൂർ പോകാനുണ്ട്. ഞാൻ ആദ്യത്തെ തവണ പോയപ്പോൾ 1.25-1.5 മണിക്കൂറിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ 1 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ കുറേ മുന്നോട്ടേക്ക് വന്നു. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ നിന്നതിന് ശേഷം സീറ്റ് കിട്ടിയത്. കണ്ടക്ടറായിട്ടും പറഞ്ഞു ഇവിടെ ഒരു സീറ്റ് ഉണ്ട്, വന്നിരുന്നോ എന്ന് പറഞ്ഞു. ബസ്സിൽ നല്ല തിരക്കാണ്. ഇത്രയും നേരം കംപ്ലീറ്റ് സ്റ്റാൻഡിങ് ആയിരുന്നു ആൾക്കാർ. കുറേ സ്കൂൾ പിള്ളേരും സ്കൂൾ വിട്ട ടൈമല്ലേ, അതുകൊണ്ട് അവരൊക്കെ വീട്ടിൽ പോകുന്ന ബസ്സൊക്കെ ആയിരിക്കും. ഈ റൂട്ടിലധികം ബസ്സില്ല തോന്നുന്നു. 1 മണിക്കൂറൊക്കെ ഇടപെട്ടിട്ട് ബസ്സുള്ളൂ ഈ ഭാഗത്തേക്ക്. അതുകൊണ്ട് എല്ലാ ബസ്സിലും നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ തിരക്ക് കുറച്ച് കുറഞ്ഞു, എന്നാലും കുറച്ച് സ്റ്റാൻഡിങ് ഒക്കെ ഉണ്ട്. ഈ ബസ്സിലധികം ഇഷയിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവുക കേട്ടോ. നമ്മൾ ഇഷായോഗയുടെ മെയിൻ ഗേറ്റ് കടന്നു വന്നിട്ട് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ ഇൻ്റർലോക്ക് ഇട്ട റോഡാണ് അവിടെ ഉള്ളിൽ വരെ. സോ ഫൈനലി നമ്മളങ്ങനെ ഇഷയുടെ മുമ്പിലെത്തി. ഇവിടെയാണ് ബസ്സൊക്കെ നിർത്തുന്നത്. ഇവിടെ മൊത്തം പണിയെടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ബസ്സൊക്കെ ചുറ്റി വളഞ്ഞാണ് ഇങ്ങനെ വരുന്നത് ഇവിടേക്ക്. ഉണ്ടോ, ബസ് ഇവിടെ എത്തിയതേ ഉള്ളൂ, അപ്പോഴേക്കും ആ ബസ് ഫുള്ളായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ലാസ്റ്റ് ബസ്സിനൊക്കെ ഇവിടെ ലേസർ ഷോ ഉണ്ട്. 7 മണി തൊട്ട് 7:15 വരെ ലേസർ ഷോ ഒക്കെ ഉണ്ട്. അതിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതും കണ്ടിട്ട് ഈ ബസ്സിന് കയറാൻ വരണം മോനെ.
തിക്കും തിരക്കെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതുപോലത്തെ ജാമ ബസ്സിലുണ്ടാവുക. ഈ ബസ് ഇപ്പോൾ ഫുള്ളായി. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാം. ഇവിടുന്ന് കാളവണ്ടിക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടായിരുന്ന ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് ഒരു പിടുത്തമില്ലല്ലോ. മൊത്തം പണിയെടുക്കുമോ ഇവിടെ? കണ്ടുപിടിച്ച്. അവിടെ ഒരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഇതുണ്ടോ പോകുന്നുണ്ടോ? ആൾക്കാരെ കയറ്റിയിട്ട് ഇങ്ങനെ അവിടത്തം വരെ കൊണ്ടുവിടും. 10 രൂപ ഇതിന് ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ കണ്ടുപിടിക്കട്ടെ, നമുക്കതിന് പോവാം. ഒരു രസമല്ലേ ഇതൊക്കെ. പക്ഷെ കാളയെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്, അതും ഒരു കാര്യമാണ്. അതെ, അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഉണ്ടോ? ഹായ്, ഹൗ ആർ യു? ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 10 രൂപയാണ് ചാർജ് വരുന്നത്. ഇത് ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റൊക്കെ എടുത്തു ഇനി നമുക്ക് ബുള്ളോക്കാട്ടിൽ കയറാൻ പോവാം. ഇവിടെ ഒരു ബ്രോ ഇരിക്കുന്നുണ്ട്. ടിക്കറ്റ് അവരുടെ കയ്യിൽ കൊടുക്കണോ എനിക്ക് ഓർമ്മയില്ല, സത്യം പറഞ്ഞ് ഞാൻ മറന്നുപോയി. ചോദിച്ചു നോക്കാം. ഇതാണ് കാളവണ്ടി. ഇതൊരു മോഡേൺ കാളവണ്ടി കേട്ടോ, നമ്മുടെ പഴയ സ്റ്റൈല് കാളവണ്ടിയല്ല. ബൈക്കിൻ്റെ ടയറൊക്കെ വെച്ചിട്ടുള്ളത്. 4 ടയറ്, പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കാനുള്ളൊരു സംഗതികൾ. പിന്നെ ഇതെന്താ, ബാഗ് വെക്കാനോ എന്തിനാണെന്നറിയില്ല. ഒരു വണ്ടിയിൽ 5-10 പേര് പോകുമായിരിക്കും. ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ടിക്കറ്റ് എടുത്ത് വെറുതെ ആയോ? ഹായ്, ഹലോ. എന്താ പ്രതിമ പോലെ നിൽക്കുന്ന? അനങ്ങുന്നില്ലല്ലോ. അനങ്ങി. ഞാനങ്ങനെ കുതിരവണ്ടി കയറിയിരുന്നേ. നൈസാണ് കേട്ടോ. ഇവിടുന്ന് 500 മീറ്റർ എങ്ങനെ നടക്കാനുള്ളൂ ആ ശിവപ്രതിമയുടെ അടുത്തേക്ക്. എന്നാലും കുഴപ്പമില്ല, ഒരു രസമല്ല ഇതൊക്കെ. ഇവിടെയൊക്കെ ഇങ്ങനെ മഹാദേവൻ്റെ ഇങ്ങനെ സോങ്സ് വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. നല്ല രസമാണ്. വരുന്ന വഴിക്കൂടെ കഴിക്കാനും മറ്റും റെസ്റ്റോറൻ്റ് അല്ല, ചെറിയ ചെറിയ തട്ടുകടകൾ പോലത്തെ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. ഒരുപാട് വിദേശികളുണ്ട് ഇവിടെ വന്നിട്ട്. കുറേ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ. ഇതുണ്ടാവോ ആ മഹാദേവൻ്റെ ആ ഒരു പ്രതിമയുടെ ബാക്ക് സൈഡ്, ആ തലയുടെ പുറകുവശമാണ് കാണുന്നത് ഫ്രണ്ടിൽ. ഈ തലയല്ല, ആ തല. നമ്മളങ്ങനെ ഇവിടെ എത്തി. വണ്ടികളൊക്കെ വന്ന വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇനി തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് തിരിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ചെയ്ത് നമുക്ക് എന്തായാലും ശിവ സ്റ്റാച്യൂടെ അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ, ബാക്ക് സൈഡ് ഇങ്ങനെ കാണുന്നുണ്ടോ? ആ ഒരു സൈഡ് വശം, ആ ഒരു സ്റ്റാച്യു വരുന്നത് ഈ സൈഡിലാണേ. കണ്ടോ, പൊളിച്ചില്ലേ? ആ സ്റ്റാച്യൂയുടെ നേരെ എതിർവശം കാണുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. വെള്ളിയാങ്കിരി മലനിരകൾ എന്നാണ് ഈ ഒരു മലനിരകളുടെ പേര്. അങ്ങനെ പേര് പറയാനേ ഉള്ളൂ. നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. പൊളിയല്ലേ? അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കവുങ്ങില്ലേ, കവുങ്ങിങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വഴിയില്ല. കണ്ടോ? ഇവിടെ എന്തോ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ കെട്ടിയും വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പരിപാടി ഉണ്ടാവും ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. വലിയ വലിയ ഗായകന്മാരും അവരുടെയൊക്കെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് ഇട്ടിട്ട്. എന്തായാലും സംഗതി പൊളിച്ചു. ഇവിടെ ഫ്രണ്ടിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് മര്യാദക്കൊന്നും കാണുന്നില്ലല്ലോ. വന്നത് മൊത്തം വെറുതെ ആയോ? ഇവിടെയൊക്കെ എന്തോ സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടുവാൻ തോന്നുന്നു. എന്തോ വലിയ പരിപാടിയാണ്. അവിടെ ഒരു നമ്മുടെ പ്രയർ വീലില്ലേ, പ്രയർ വീല് നമ്മുടെ ബുദ്ധിസത്തിലൊക്കെ കാണുന്നില്ലേ, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലൊക്കെ ഇങ്ങനെ കൈകൊണ്ട് തിരിക്കുന്ന പ്രയർ വീല് കാണാറില്ലേ, ആ ഒരു സാധനം അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ സെറ്റ് ഇട്ടതാ. പിന്നെ ഈ ഒരു സ്റ്റാച്യൂയുടെ മുകളിലേക്ക് ആ സൈഡിൽ നിന്നൊക്കെ ലേസർ അടിച്ചിട്ടാണ് ലേസർ ഷോ നടത്തുന്നത്. അത് രാത്രി 7 മണി തൊട്ട് 7:15 വരെയാണ്.
അതുപോലെ ഈ ഒരു സ്റ്റാച്ചുവിന് 112 അടി ഉയരാണ് ഉള്ളത്. 112 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഭീമാകാരനായിട്ടുള്ള ഒരു മഹാദേവൻ്റെ പ്രതിമയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും സ്റ്റീൽ വെച്ചിട്ടാണ്. കംപ്ലീറ്റ്ലി സ്റ്റീൽ വെച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്ന പ്രതിമയാണിത്. ആൾക്കാർ മൊത്തം ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. എല്ലാവരും മാറും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സംഗതി എന്തായാലും പൊളിച്ചില്ലേ. ഈ ഒരു പ്രതിമയ്ക്ക് ഒരു ഗിന്നസ് റെക്കോർഡുണ്ട്. അതായത് ഇത് ശിവൻ്റെ തലയും കഴുത്തും ചെസ്റ്റിൻ്റെ ഒരു പകുതി വരെ മാത്രമേ ഉള്ളൂ. ഈ ഒരു ശിവൻ്റെ പകുതി വരെയുള്ള പ്രതിമകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ഈ ഒരു ആദിയോഗി സ്റ്റാച്ചു എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരു പ്രതിമയാണ് നമ്മളിപ്പോൾ കണ്ടു. സോ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആ ഒരു പ്രതിമയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? സംഗതി എന്തായാലും പൊളിയല്ലേ. ഇവിടെ വരുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, വന്നാൽ മതിയാവാത്തൊരു സ്ഥലമാണ്. ഇവിടെ ഇതൊന്നും അല്ല കേട്ടോ. ആ ഒരു ലേസർ ഷോ ആവാനാവുന്ന സമയത്ത് ഇവിടെ മൊത്തം ക്രൗഡായിട്ട് നിറയും. മൊത്തം ഇങ്ങനെ ജാമായിട്ട് ആൾക്കാരുണ്ടാവുക. അത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഇഷായി യോഗ എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ട് എങ്ങനെ ബഡ്ജറ്റായിട്ട് വന്ന് കണ്ടിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം. ഞാനിപ്പോൾ വന്നത് പയ്യന്നൂരിൽ നിന്നാണ്. പയ്യന്നൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ വരാൻ വേണ്ടിയിട്ട് 161-60 നമ്പർ മംഗലാപുരത്ത് നിന്ന് താമ്പരം വരെ പോകുന്ന താമ്പരം എക്സ്പ്രസ് ഉണ്ട്. അതിന് രാവിലെ 8:30 പയ്യന്നൂരിൽ നിന്ന് വിട്ടാൽ വൈകുന്നേരം ഒരു 3:30-3:45 ആവുന്ന സമയത്ത് കോയമ്പത്തൂർ എത്തും. കോയമ്പത്തൂർ എത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബസ്സിന് വരാം, അല്ലെങ്കിൽ ടാക്സി പിടിച്ചിട്ട് വരാം. ടാക്സി പിടിക്കാതിരിക്കുമായിരിക്കും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ സോളോ ആയിട്ട് വന്നിട്ട് കണ്ടിട്ട് പോകാൻ മാത്രം അതിനുള്ളൊരു ഇതേ ഉള്ളൂ. ഒരുപാട് ദൂരമൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ നിന്ന്. പിന്നെ ഇവിടെ ഭാഷ അറിയാത്തതുകൊണ്ട് വരാതിരിക്കുകയൊന്നും വേണ്ട. ഇവിടെയുള്ള ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും മലയാളം അറിയാം. കട നടത്തുന്നവരായാലും ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കായാലൊക്കെ മലയാളം അറിയായിരിക്കും. പിന്നെ തമിഴല്ലേ, തമിഴ് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എനിക്ക് ട്രെയിനിന് വന്ന ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് വെച്ചാൽ 125 രൂപയാണ്. സെക്കൻഡ് സിറ്റിങ്ങിന് സീറ്റ് എടുത്തിട്ടാണ് വന്നത്. ജനറൽ ആണെങ്കിൽ അത്രയും പൈസ വേണ്ടി വരില്ല. ജനറലിന് വരാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം മൊത്തം ഇങ്ങനെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ജനറലിൽ കയറാൻ വേണ്ടിയിട്ട്. ഈ കുത്തി നിറച്ച് വന്നാൽ നമുക്ക് ആ ട്രിപ്പിൻ്റെ ആ ഒരു മൂഡ് പോകും. അതുകൊണ്ട് മിനിമം ഒരു സെക്കൻഡ് സിറ്റിങ്ങിൽ എടുത്തിട്ട് നിങ്ങൾ വരാൻ നോക്കുക. സെക്കൻഡ് സിറ്റിംഗ് അല്ലെങ്കിൽ ചെയർ കാർ എടുത്തിട്ട് വരാം. AC ചെയർ കാർ ഉണ്ടല്ലോ, കുറച്ച് തണുത്തിട്ട് വരാമല്ലോ. ഈ സമയത്ത് ഇങ്ങോട്ട് ചൂടായതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക സെക്കൻഡ് സിറ്റിങ്ങിന് പകരം ചെയർ കാർ ആയിരിക്കും. AC ചെയർ കാർ എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 125 രൂപ വൺ സൈഡായി. രണ്ട് സൈഡിലേക്കും പോകാൻ 250 രൂപ അങ്ങനെയായി. 250 രൂപ. പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് ഈ ഒരു ഇഷാ യോഗ സെൻറ്ററിലേക്ക് ഒരാൾക്ക് ബസ്സിനായത് എനിക്കിപ്പോൾ 37 രൂപയാണ്. ഒരു 40 രൂപ കൂട്ടാം. 40 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 80 രൂപ അതും കൂടി വരും. അപ്പോൾ 200 എത്ര നമ്മൾ പറഞ്ഞത്? 125, 250, 250, 80, 250, 330 രൂപ. 330 രൂപ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് മാത്രമായിട്ട് വരും. പിന്നെ നമുക്ക് ഫുഡ് ഇപ്പോൾ ഒരു 100-200 രൂപയുടെ ഫുഡ് കൂട്ടാം. 200 വേണ്ടി വരില്ല. മൊത്തത്തിൽ പറഞ്ഞ ഒരു 500-600 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒരു ശിവ സ്റ്റാച്ചു കണ്ടിട്ട് തിരിച്ചു വിട്ടു പോവാം. അപ്പോൾ നമ്മുടെ മലയാളികളും തമിഴ്നാട്ടിലുള്ള മലയാളികളൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് കാണണം. ഒരു പോസിറ്റീവ് വൈബുള്ള സ്ഥലമാണ് ഇവിടെ. മൊത്തത്തിൽ ആ ഒരു പ്രതിമയും മൊത്തം ഇവിടെയുള്ള ആൾക്കാരും എല്ലാം കൂടി ആകുന്ന സമയത്ത് ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും. പിന്നെ ആ ഒരു ലേസർ ഷോ ഒക്കെ അടിപൊളിയാണ്. ലേസർ ഷോ കാണാൻ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല. ഒരുപാട് ലേറ്റ് ആവും. പിന്നെ ബസ്സിന് തിരക്കാവും. ലേസർ ഷോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഞാൻ ഒരു തവണ കണ്ടതാണ്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാത്തത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ലേസർ ഷോ ഒക്കെ കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയത്.
ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇനി എന്തായാലും വന്ന ഗേറ്റിൻ്റെ അവിടത്തേക്ക് തന്നെ നമുക്ക് പോവാം. എന്താ വേറൊരു കാളക്കുട്ടൻ ആൾക്കാരെയും വഹിച്ചുകൊണ്ട് ഇഷായോഗയുടെ അടുത്തേക്ക് പോകുന്നു. ഉണ്ടോ? പാവം എത്ര വെയിറ്റ് ചുമക്കുന്നുണ്ടാവും അല്ലേ. ഇഷാ യോഗ സെൻറ്ററിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ജേണിയുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ വരണം, ഇതൊക്കെ കണ്ടിട്ട് പോവുക. ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്കൊരു എൻജോയ്മെൻറ്റ്. അപ്പോൾ വന്ന് കണ്ടിട്ട് പോവുക, എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോയമ്പത്തൂരിൽ നിന്ന് ഈറോഡ് വരെ പോകുന്ന നീലഗിരി എക്സ്പ്രസ്സിലുള്ള വീഡിയോ ആണ്. ആ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.